ഹായ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിലെ പാർട്ട് 3 ആണ്. എന്ന് വെച്ചാൽ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈന്, കോസ്, ടാൻ ഒക്കെ പഠിച്ചു അല്ലേ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെന്നും, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെന്നും, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണെന്നും പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The length of two sides of a triangle are 8 centimeters and 10 centimeters and the angle between them 40 degree. What is the area of this triangle? First question, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് 8ഉം 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും നമുക്ക് കൊടുക്കാം. 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബിറ്റ്വീൻ ആംഗിൾ, ഈ രണ്ട് സൈഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പം അതിൽ ബി എച്ച് ഉണ്ട് അല്ലേ. ബി ഇവിടെ തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്ന് എഴുതുമ്പോൾ ഹാഫ് ബി എച്ച്, അതിൽ ബി ഇവിടെ തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, ഒരു സൈഡാണ് ബേസ് എന്ന് പറഞ്ഞാൽ. എച്ച് എന്ന് പറഞ്ഞാൽ ആ ബേസിലോട്ടുള്ള ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പെർപ്പൻഡിക്കുലറായിട്ട് എടുക്കുള്ളൂ. അത് നമുക്കിവിടെ തന്നിട്ടില്ല. കുത്തനെയല്ലേ നമ്മൾ ഹൈറ്റ് എടുക്കുള്ളൂ, ചെരിച്ചിട്ട് ഹൈറ്റ് എടുക്കില്ലല്ലോ. പെർപ്പൻഡിക്കുലറായിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. നമുക്കറിയാം അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപ്പൻഡിക്കുലർ ലൈനാണ്. പെർപ്പൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഓക്കെ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ നമുക്കിവിടെ അറിയാം, 40 ഡിഗ്രി ആണെന്നറിയാം. പിന്നെ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഒരു സൈഡും ഒരു ആംഗിളും തന്നാലാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ റൈറ്റ് ട്രയാങ്കിളിലെ 30, 60, 90 അതേപോലെ 45, 45, 90 അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള ട്രിഗണോമെട്രി റേഷ്യോസ് ഏതാണ്? സൈനും കോസും ടാനും. അതിൽ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 90ക്ക് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റാണ്. അപ്പോൾ തന്നിട്ടുള്ള ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് ഹൈപ്പോട്ന്യൂസാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ സൈനാണോ കോസാണോ ടാനാണോ? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വരുന്നത് സൈനല്ലേ. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡും തന്നിട്ടുള്ള സൈഡും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. ഇവിടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും ആയതുകൊണ്ട് സൈനാണ് എടുക്കുന്നത്. അപ്പോൾ സൈൻ 40 കണ്ടാൽ മതി. നമുക്കെങ്ങനെ എഴുതാം? സൈൻ 40 ഈക്വൽ ടു സൈൻ 40 എന്ന് പറഞ്ഞാൽ എന്താ? 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡൂടെ എച്ച് അല്ലേ. 40ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എച്ച് ആണ്. അപ്പോൾ എച്ച് ബൈ ഹൈപ്പോട്ന്യൂസ് അവിടെ തന്നിട്ടുണ്ട്. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കുന്നത്. അത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ഹൈപ്പോട്ന്യൂസ് എന്നുള്ളിടത്ത് ബൈ 8 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എച്ച് എന്ത് വരും? എച്ചിനെ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് ആക്കുക. എച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൈൻ 40 ഉണ്ട്. അതിൻ്റെ അടുത്തോട്ട് ഈ ബൈ 8നെ കൊണ്ടുവരാം. അപ്പോൾ റൈറ്റ് സൈഡിൽ എച്ച് ഒറ്റയ്ക്കാവും. അപ്പോൾ സൈൻ 40 ഇൻറ്റു 8 ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. സൈൻ 40 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എച്ച്. സൈൻ 40 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എച്ച്. അപ്പോൾ സൈൻ 40ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. 30, 45, 60 ഇതൊന്നാണെങ്കിൽ നമുക്ക് തരൂല. പക്ഷേ 40 ഒക്കെ ആണെങ്കിൽ നമുക്ക് തരും. അപ്പോൾ സൈൻ 40 ഡിഗ്രി ആംഗിൾ ഇത് അവിടെ ഉണ്ട്. അതിൽ സൈന് വരുന്നത് സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ 0.6428 ആണ് സൈൻ 40ൻ്റെ വാല്യൂ. സൈൻ ഈ കോളത്തിലാണ് കൊടുത്തിട്ടുള്ളത്, ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 40ൻ്റെ നേരെ വരുന്നത് 0.6428 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഇപ്പോൾ sin 40 × 8 ആയിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, 0.6428 × 8 ഈക്വൽ ടു h. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. 0.6428 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, പോയിൻ്റ് ക്യാൻസൽ ചെയ്തിട്ട് 6428 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 64 4 ബാക്കി 6 2 8 16 6 22 2 ബാക്കി 2 4 8 32 2 34 4 ബാക്കി 3 6 8 48 3 51 42 4. അപ്പോൾ പോയിൻ്റ് നമ്മൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തതാണ്. പോയിൻറ്റിന് ശേഷം 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വരും, 5.1424. അപ്പോൾ ഹൈറ്റ് ആയതുകൊണ്ട് സെൻറ്റിമീറ്ററാണ് യൂണിറ്റ് കൊടുക്കേണ്ടത്. 5.1424 സെൻറ്റിമീറ്റർ, 1424 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ is equal to half BH അല്ലായിരുന്നോ. ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ് നമുക്കിവിടെ തന്നത് അല്ലേ. ഒരു സൈഡ് 10 ആണ് തന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് 5.1424. 14 മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പോയിൻറ്റിന് ശേഷം ഒരു 2 ഡിജിറ്റ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറിയ വ്യത്യാസമേ വരുള്ളൂ. അപ്പോൾ 10/2 ഉണ്ട് ഇവിടെ. ഹാഫ് ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5.14 മതി. പോയിൻറ്റിന് ശേഷം ഒരു 2 ഡിജിറ്റ് എടുത്താലും മതി. അപ്പോൾ 514 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്ത് വരും, 4 5 20 0 ബാക്കി 2 5 5 2 7 5 5 25. അപ്പം നമ്മൾ പോയിൻറ്റിന് ശേഷം ഇവിടെ 2 ഡിജിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 25.7. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ലെങ്ത്സ് ഓഫ് 2 sides ദ സെയിം ബട്ട് ദി ആംഗിൾ ബിറ്റ്വീൻ ദം 140 ഡിഗ്രി. അപ്പോൾ ഇവിടെ സൈഡ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും തന്നെ. പക്ഷേ 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും. പക്ഷേ അതിൻ്റെ ബിറ്റ്വീൻ ആംഗിൾ 140 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 140 എന്ന് പറയുമ്പോൾ 90നേക്കാൾ വലിയ ആംഗിളാണ്. അപ്പോൾ ഇങ്ങനെയല്ല ആംഗിൾ വരിക. എങ്ങനെയാണ് ആംഗിൾ വരിക, വലിയ ആംഗിളല്ലേ, 90നേക്കാൾ കൂടുതൽ. അപ്പോൾ വൈഡായിട്ടുള്ള ഒബ്റ്റ്യൂസ് ആംഗിളാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക ട്രയാങ്കിൾ വരിക. ഓക്കെ, അപ്പോൾ ആംഗിൾ 140 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ്സ് 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് BH ആണ് നമുക്കറിയാം. ബി നമുക്ക് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. എച്ച് നമുക്ക് തന്നിട്ടില്ല. 8H അല്ല, ഒരു സൈഡാണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബേസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് ഹൈറ്റ് വരിക. ഈ താഴെ ബേസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഹൈറ്റ്. ഇതാണ് ഈ ഒരു സൈഡാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കണം. എച്ച് ഇത് കണ്ടുപിടിക്കണം. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ 2 സൈഡ് വേണം, അല്ലെങ്കിൽ ഒരു സൈഡും ഒരു ആംഗിളും വേണം. അപ്പോൾ നമുക്കിവിടെ 2 സൈഡും തന്നിട്ടില്ല, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് അവിടെ 8 അല്ലേ വരിക. ഒരു സൈഡ് കിട്ടി. ഇനി ഒരു ആംഗിളും കൂടെ വേണം. അപ്പോൾ ആംഗിൾ നമുക്ക് ഈ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് 140 ആണെങ്കിൽ ഇത് 40 അല്ലേ വരിക, ലീനിയർ പെയേഴ്സ് അല്ലേ. ഇത് 40 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ആംഗിളും ഒരു സൈഡും കിട്ടി. നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് അപ്ലൈ ചെയ്യുക. ട്രിഗണോമെട്രിക് റേഷ്യോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് തന്നിട്ടുള്ളത് ഹൈപ്പോട്ന്യൂസാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ സൈനാണ്. അപ്പോൾ നമ്മളിവിടെ sin 40 തന്നെ എടുത്താൽ മതി. sin 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് H ആണ് ബൈ ഹൈപ്പോട്ന്യൂസ് 8 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ sin 40 × 8 വരും. H ഈക്വൽ ടു sin 40 × 8 0.6424 × 8. നേരത്തെ ചെയ്ത പോലെ തന്നെ 5.1424 കിട്ടും. ഏരിയ കാണുമ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇവിടെ 10 തന്നെയാണ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എന്നുള്ളത് 5.1424. സെയിം ഏരിയ തന്നെ കിട്ടും ചെയ്താൽ. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ആക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഒരു റോംബസിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരാംഗിളും തന്നിട്ടുണ്ട് 100 ആണ്. അപ്പോൾ റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ആണ്. അപ്പോൾ ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു ഫിഗറല്ലേ നമുക്ക് കിട്ടുക, പാരലോഗ്രാം അല്ലേ. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും റോംബസ് ആകുമ്പോൾ. ഒരു സൈഡ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാ സൈഡും 5 തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ ഒരാംഗിൾ 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 90നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ആംഗിളായിരിക്കും 100 വരാം. ഇനി ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാൻ ഇപ്പോൾ നമുക്കൊരു സൈഡ് തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ BH. അപ്പോൾ നമുക്ക് ഹൈറ്റ് വേണം. ഒന്നുകിൽ ½ BH ട്രയാങ്കിളിനാണ്, പാരലോഗ്രാമിൻ്റെ ഏരിയ BH. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ഹൈറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് വരച്ചിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതാണ് ഹൈറ്റ് വരിക. അപ്പോൾ ഈ ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ വേണം. അപ്പോൾ ഇവിടെ 100 വന്നാൽ ഇവിടെ എത്രയാണ് വരിക, അല്ലെങ്കിൽ ഇവിടെ 100 വന്നാൽ ഇവിടെ എത്രയാണ് വരിക, 80 അല്ലേ വരിക. ഇവിടെയും 80 തന്നെയാണ് വരിക. രണ്ട് പാരലൽ ലൈൻസ് അതിനെ ഈ ഒരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്റീരിയർ ആംഗിൾസ്. ഇവിടെ 100 വന്നാൽ ഇവിടെ 80 വരുള്ളൂ. ഇതിൻ്റെ സം എപ്പോഴും 180 വരുള്ളൂ. ഇതൊരു വലിയ ആംഗിളാണ്, ഇതൊരു ചെറിയ ആംഗിളാണ്. 90നേക്കാൾ കുറവാണ്, ഇത് 90നേക്കാൾ കൂടുതലാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇത് 80 ആണ് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. 80ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ 90ക്ക് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ന്യൂസാണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 8ൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും sin 80 ആണ് വരിക. sin 80 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് h ആണ് ബൈ ഹൈപ്പോട്ന്യൂസ് ഇവിടെ 5 ആണ്. അപ്പോൾ h എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 5, sin 80ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 5 എന്നാവും. sin 80 ഇൻറ്റു 5. അപ്പോൾ sin 80ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. sin 80 ആണ്, 80 ഡിഗ്രി ആംഗിൾ ഇവിടെ വരുന്നുണ്ട്. സൈൻ്റെ നേരെ വരുന്നത് 80 sin 80 0.9848 0.9848 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹൈറ്റ് കിട്ടും. പിന്നെ ഏരിയ ഈക്വൽ ടു റോംബസിൻ്റെ ഏരിയ അല്ലേ, B ഇൻറ്റു H. അപ്പോൾ B എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു ഇവിടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഇല്ലേ, 5 ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് ക്യാൻസൽ ചെയ്തിട്ട് 9848 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് അവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പോയിൻറ്റിന് ശേഷം ഒരു 2 ഡിജിറ്റൊക്കെ എടുത്താൽ മതി. എന്നാൽ അതിനെ ബേസ് 5 തന്നെയാണല്ലോ, എന്നിട്ട് ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് ഹൈറ്റ് ഇങ്ങനെ തന്നെ എഴുതാം. ഇനി ഏരിയ ഈക്വൽ ടു B ഇൻറ്റു H ആണല്ലോ. അപ്പോൾ B എന്ന് പറയുന്നത് 5 തന്നെയാണ് അല്ലേ, ബേസ് എന്ന് പറയുന്നത് 5 ആണ്, അതിലോട്ടുള്ള ഹൈറ്റാണിത്. അപ്പം 5 ഇൻറ്റു ഹൈറ്റ് ഇങ്ങനെ തന്നെ എഴുതാം, 5 ഇൻറ്റു 0.9848 ഇൻറ്റു 5. അപ്പോൾ ഈ 5 ഇൻറ്റു 5 എന്ത് വരും, 10 വരും. അപ്പോൾ 10 ഇൻറ്റു 0.9848 എന്ന് പറയുമ്പം 0 വരുന്ന നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, പോയിൻ്റ് ഒരു മുന്നോട്ട് ചാടുകയുള്ളൂ. അപ്പോൾ 0.9 എന്നുള്ളത് 9.8448 എന്ന് വരും. എന്നിട്ട് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഈസിയാണ്. എന്താ എഴുതേണ്ടത്, ഏരിയ ഈക്വൽ ടു B ഇൻറ്റു H, റോംബസ് ആയതുകൊണ്ട് B ഇൻറ്റു H. B എന്ന് പറയുന്നത് 5 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, sin 80 ഇൻറ്റു 5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ sin 80 എന്ന് പറയുന്നത് 0.9848 ഇൻറ്റു 5 ഇൻറ്റു 5. ഇപ്പോൾ 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 25 അല്ലേ വരുന്നത്.
25 ഇൻറ്റു 0.9848. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.9848 9848 25 കൊണ്ടാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോറി, 5 ഇൻറ്റു 5 ആണ് വന്നിട്ടുള്ളത്. 2 ഇൻറ്റു 5 ആയിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തന്നെ മൾട്ടിപ്ലൈ തന്നെ വേണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഉണ്ടാവുമല്ലോ, വലിയ നമ്പർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് അവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും കൂടെ കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്തിട്ട് അയച്ചാൽ മതി. മിസ്സസ് കറക്റ്റാണോ നോക്കിക്കോളാം. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ദ ലെങ്ത് ഓഫ് diagonals of a parallelogram are 8 centimeters and 12 centimeters and the angle between them 50 degree. ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാരലോഗ്രാം വരയ്ക്കാം. പാരലോഗ്രാമിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്താണ് തന്നിട്ടുള്ളത്. 8ഉം 12ഉം. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ 8 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 12 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബിറ്റ്വീൻ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഈ ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് വേണ്ടത് ഏരിയ ആണ്. ഏരിയ ബി ഇൻറ്റു വെച്ചാൽ നമുക്കറിയാം. ബേസ് ഇൻറ്റു ഹൈറ്റ്. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ആംഗിൾ തരാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. അപ്പോൾ ബേസ് നമുക്ക് ഇതായിട്ട് എടുക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പം ഇതാണ് ബേസ്. ഈ സൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. 8 എന്ന് തന്നിട്ടുണ്ട്. അതിലോട്ടുള്ള ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 6 വരുന്നുണ്ട് അല്ലേ? 6 വരുന്നുണ്ട്. ഈ ആംഗിൾ 50 ഡിഗ്രിയും വരുന്നുണ്ട്. 6ഉം ഹൈപ്പോട്ന്യൂസ് 6ഉം ആംഗിൾ 50യും. 50ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ആണ് ഹൈറ്റ് വരുന്നത്. അപ്പം ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ എന്താ? റേഷ്യോ ഏതാ? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും സൈൻ അല്ലേ? ഇവിടെ ആംഗിൾ 50 ആണ്. അപ്പോൾ സൈൻ 50 കണ്ടാൽ മതി. 50ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തത്. h/. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഇതല്ലേ പെർപെൻഡിക്കുലർ ലൈന്. ഇവിടെ 90 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റ് വന്നത് യെല്ലോ ലൈന്. അത് 6 സെൻറ്റിമീറ്റർ അല്ലേ? ടോട്ടൽ 12 ആണ് ഡയഗണൽ. അപ്പോൾ അതിൻ്റെ പകുതി 6 വരും ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. h/6 വരും. അപ്പോൾ h എന്ന് പറയുന്നത് സൈൻ 50 ഇൻറ്റു 6. അപ്പോൾ സൈൻ 50 നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. സൈൻ 50 സൈൻ 50 ഇതല്ലേ സൈൻ 50? 0.7660 0.7660. പോയിൻ്റ് 7660 ഇൻറ്റു 6 ചെയ്യണം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ 8 ആണ് വരുന്നത്. ഇൻറ്റു ഹൈറ്റ് ഇതും വരും. അപ്പോൾ ഹാഫ് BH കിട്ടും. പിന്നെ പാരലോഗ്രാമിൻ്റെ ഏരിയ ആയതുകൊണ്ട് B ഇൻറ്റു H ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയാലാണ് പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഹാഫ് BH 8 ഇൻറ്റു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു H എന്നുള്ളിടത്ത് ഒരു 2 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. രണ്ട് ട്രയാങ്കിളിൻ്റെ കൂടെ ഏരിയ 0.60 കാണിച്ചു തരാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ
ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് എഴുതണേ. ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് അവിടെ ഒരു ഡയഗണലാണ് വന്നത്. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 0.7660 ഇൻറ്റു 6 ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ ഏരിയ ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഇത് കിട്ടുക നമുക്ക്. അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ലാസ്റ്റ് ഒരു 6 ഉണ്ട് ഇൻറ്റു 0.7660. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്തു. 8 6 48. 48നെ 7660 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ 766 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റാണുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇട്ടാൽ മതി. ഇവിടെ നമ്മൾ ചെയ്തത് പാരലോഗ്രാമാണ്. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് തന്നപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിൻ്റെ ഹൈറ്റ് വരച്ചിട്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. കാരണം 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വലാണ്. 2 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ഹൈറ്റൊക്കെ വരച്ചിട്ട്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. രണ്ടാമത്തെ ഈ റെഡ് കളറിൽ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ബേസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൊത്തത്തിൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. നോട്ട് കംപ്ലീറ്റ് ആക്കുക. ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 cm ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 70 degree. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഒരു റോംബസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡും തന്നിട്ടുണ്ട്. 5 cm ആണ് തന്നിട്ടുണ്ട്. റോംബസ് ആയതുകൊണ്ട് എല്ലാ സൈഡും 5 തന്നെയായിരിക്കുമല്ലോ. പിന്നെ 1 ഓഫ് ഇറ്റ്സ് ആംഗിൾ, ഒരാംഗിൾ 70 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയഗണൽസിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്റ്റ് ചെയ്യാൻ നമുക്കറിയാം. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഇപ്പം ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 സൈഡും ഈക്വലാണ്. ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. 70 degree എന്താവും, 35ഉം 35 ആവും. നമുക്കവിടെ എഴുതി കൊടുക്കാം 35 degree 35 degree. ഇനി ഡയഗണൽ കണ്ടുപിടിക്കാൻ ഇത് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, ആംഗിളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, പെർപെൻഡിക്കുലർ ലൈന് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്, ഹൈപ്പോട്ട്ന്യൂസാണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സൈനാണ്. അപ്പോൾ സൈൻ 35ൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, 35ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഹൈറ്റ് h ബൈ ഹൈപ്പോട്ട്ന്യൂസ് 5. അപ്പോൾ h ഈക്വൽ ടു സൈൻ 35 ഇൻറ്റു 5. സൈൻ 35 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ 35 എന്ന് പറയുന്നത് 35 ഇതാ 0.5736. 35 എന്ന് പറയുന്നത് 5.5736. 0.5736. ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതാണ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഡയഗണൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്ന ഈ ഒരു ആൻസറിനെ 0.5736 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പോയിൻ്റ് ക്യാൻസൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഈ ഡയഗണൽ ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു കിട്ടുന്ന ഈ ഒരു വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു വലിയ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ഹൈറ്റാണല്ലേ. ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ആംഗിൾ കിട്ടണം. ഇത് 70 ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇത് എത്രയേ വരുള്ളൂ? ഇത് 70 ആണെങ്കിൽ ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഈ ഒരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഇത് 70 ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 180 - 70 110 അല്ലേ. 110 ഡിഗ്രി വരും. ഓക്കെ, 110 ഡിഗ്രി ഇങ്ങനെ ലൈന് വരയ്ക്കുമ്പോൾ 55 ഉം 55 ആവും അല്ലേ. പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുമ്പോൾ 55 ഉം 55 ആവും. അപ്പോൾ ഈ 55 ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു ഹൈറ്റ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡയഗണൽ വരുന്നത്. അതിൻ്റെ പകുതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ ഡയഗണലിൻ്റെ പകുതി 55ൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡാണ് വരുന്നത്. 90 ഡിഗ്രിയാണിത്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. അപ്പോൾ sin 55 കണ്ടാൽ മതി. sin 55 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ഒരു ഹൈറ്റും നമുക്ക് കിട്ടും. sin 55 × 5 ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടും. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മൊത്തത്തിലുള്ള ഈ രണ്ടാമത്തെ ഡയഗണൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഡയഗണലും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് വീഡിയോ ചെയ്യാം.